2007 ജനുവരി 22 സമയം പുലർച്ചെ 5:30. തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുള്ള വൈലംപെട്ടി എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമം. അന്നത്തെ പ്രഭാതം പൊട്ടിവിടുന്നത് സാധാരണ ഒരു ദിവസത്തെ പോലെ ആയിരുന്നില്ല. അന്ന് മോർണിംഗ് വാക്കിനിറങ്ങിയ അവിടുത്തെ ഒരു ഗ്രാമവാസി റോഡരികിൽ അതിഭയാനകരമായ ഒരു കാഴ്ച കാണുകയാണ്. ഒരു പുതിയ ഇന്നോവ കാർ ഒരു മരത്തിനിടിച്ച് അതിദാരുണമായി നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാള് പെട്ടെന്ന് പേടിച്ചുപോയി. കാരണം താൻ ഒരുപാട് നാളായിട്ട്, വർഷങ്ങളായിട്ട് ഇതിലെ പ്രഭാത സവാരിക്ക് പോവാറുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ തൻ്റെ ജീവിതത്തിൽ ഇത്തരം ഒരു കാഴ്ച കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാള് ആ ഞെട്ടലും പേടിയൊക്കെ മാറുന്നതിന് മുന്നേ തന്നെ പ്രാദേശികമായിട്ടുള്ള ആളുകളെ വിളിച്ചു കൂട്ടുകയാണ്. അതിനുശേഷം അതിലൊരാള് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലും അതുപോലെ ഫയർ സ്റ്റേഷനിലും വിളിച്ചറിയിക്കുകയാണ്. ഉടനെ തന്നെ വിവരമറിഞ്ഞതിനെ തുടർന്ന് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വരുന്നു. അതേപോലെ തന്നെ ഫയർ സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം ആളുകളും അവിടത്തേക്ക് ഓടിയെത്തുകയാണ്. ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ തീയണക്കാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും ചെയ്തു. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ അവർ ആ തീ അണച്ചു. അതിനുശേഷം അവർ മെല്ലെ ആ കാറിനടുത്തേക്കൊന്ന് പോയി. എന്നാൽ അവിടെ അവർ കണ്ടത് വളരെ ദയനീയമായ, അവരുടെ കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ആ കാറിനുള്ളിൽ അവർ കണ്ട അതിഭീകരമായ കാഴ്ച, 2 മൃതദേഹങ്ങൾ ഇങ്ങനെ കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ആ കാറ് ശക്തമായി പാഞ്ഞു വന്ന് ഇടിച്ച് ആ ഇടിയിലെ ആഘാതത്തിലുണ്ടായ ആ തീപിടുത്തത്തിൽ ആ 2 ശരീരങ്ങൾ വെന്തു മരിച്ചതാണ് എന്നാണ് ആദ്യം തോന്നിയത്. എന്നാൽ സ്ഥലത്തേക്ക് ഫോറൻസിക് വിഭാഗം ഉടനെ എത്തുകയാണ്. പരിശോധിച്ച സമയത്ത് കേസിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു. ഇത് അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത ഒരു ഇരട്ട കൊലപാതകമാണെന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക്, തെളിവുകൾ കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്ക് തോന്നുകയാണ്. എന്നാൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കോ തമിഴ്നാട്ടുകാർക്കോ മനസ്സിലായില്ല ഇതിന് പിന്നിൽ തങ്ങളെ കാത്തിരിക്കുന്ന അതിദാരുണമായ സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കാമെന്ന്. ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ഇവർക്ക് കാത്തിരിക്കേണ്ടി വന്ന നീണ്ട 6 വർഷങ്ങളിൽ നടന്നത് 1-2 കൊലപാതകങ്ങളല്ല, മറിച്ച് 5 അല്ല 6 കൊലപാതകങ്ങളാണ്. ഇതൊരു സീരീസ് കില്ലർ ചെയ്തതുപോലെ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല. ഈ കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്തത് ഒരമ്മയും അതേപോലെ തന്നെ അവരുടെ കാമുകനുമാണ്. ഒരമ്മയും കാമുകനും തങ്ങളുടെ കാമലീലകൾ തീർക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ ഈ ക്രൂര ചെയ്തിയുടെ നാൾവഴികളിലൂടെ നമുക്കൊരു യാത്ര ചെയ്യാം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. കേസന്വേഷണം ഏറ്റെടുത്ത പോലീസ് ആദ്യം തന്നെ അന്വേഷിച്ചത് മരണപ്പെട്ട, അതായത് ആ കാറിൽ മരണപ്പെട്ട 2 പേർ ആരൊക്കെയാണ് എന്നതിനെ പറ്റിയാണ്. ഇതിനെ ചുറ്റിപ്പറ്റി അന്വേഷിച്ച പോലീസ് കാറിന്റെ നമ്പർ പ്ലേറ്റ് വഴി നടത്തിയ അന്വേഷണത്തിൽ നേരെ എത്തിച്ചെന്നത് തൃശ്ശിയിലുള്ള ദുരൈരാജ് എന്ന് പറയുന്ന ഒരു പ്രശസ്ത വ്യവസായിയെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെയും അടുത്തേക്കാണ്. ഇവർ 2 അന്ന് ആ കാറ് കത്തിയുണ്ടായ അപകടത്തിൽ മരിച്ചിരുന്നത്. ദുരൈരാജ് എന്ന് പറയുന്ന ആ പ്രമുഖ വ്യവസായി എങ്ങനെയാണ് വൈലംപെട്ടിയിലെത്തിയത്? അദ്ദേഹത്തിന് മറ്റാരെങ്കിലുമായിട്ട് ശത്രുത ഉണ്ടായിരുന്നോ? പോലീസ് ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം അന്ന് രാത്രി വൈലംപെട്ടിയിലേക്ക് പുറപ്പെട്ടതാണ്. എന്നാൽ അന്വേഷണം പിന്നീട് പുരോഗമിച്ചപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് വന്നതോടുകൂടി കേസ് വലിയൊരു വഴിത്തിരിവിലേക്ക് മാറുകയാണ്. ദുരൈരാജും അദ്ദേഹത്തിന്റെ ഡ്രൈവറും മരണപ്പെട്ടിരിക്കുന്നത് ആ കാറിൽ നിന്ന് തീപടർന്നുണ്ടായ തീഗോളത്തെ തുടർന്നല്ല. അവർ അങ്ങനെയല്ല മരിച്ചിരിക്കുന്നത്, മറിച്ച് ഇവരെ മറ്റാരോ ശ്വാസം മുട്ടിച്ചും അതേപോലെ തന്നെ വളരെയധികം പീഡിപ്പിച്ചും അപകടപ്പെടുത്തിയുമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ ഡെഡ് ബോഡി ആ കാറിൽ വെക്കുകയും ആ കാറിൽ പെട്രോൾ ഒഴിച്ച് പിന്നീട് അതിന് തീ കൊളുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ ആണെന്നുള്ളത് വീണ്ടും അവിടെ തെളിയിക്കപ്പെടുകയാണ്. ആരായിരുന്നു ദുരൈരാജിന്റെ ശത്രുക്കൾ? കേസ് അന്വേഷിച്ച പോലീസിന് അധികം തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാതെ ഈ കേസ് ഇങ്ങനെ മെല്ലെ ഡെഡായിക്കൊണ്ടിരിക്കുകയാണ്. 2007 മുതൽ ഏകദേശം 2011 കാലഘട്ടം വരെ ഈ കേസിന് യാതൊരുവിധ വഴിത്തിരിവുകളും ഇല്ലാതാവുകയാണ്. ഈ കേസ് മെല്ലെ മെല്ലെ ഒരു കോൾഡ് ഫയൽ കേസിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം പ്രാദേശിക പോലീസിന്റെ കയ്യിൽ നിന്നും കേസ് CBCID ഏറ്റെടുക്കുകയാണ് ചെയ്തത്. വർഷങ്ങൾ കടന്നുപോയി. കേസ് ഇപ്പോൾ CBCID കയ്യിലാണ്. 2011 കേസ് CBCID ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ വർഷം 2013. ഇപ്പോൾ അതിദാരുണമായ മറ്റൊരു സംഭവം ട്രിച്ചിയിൽ ഉണ്ടാവുകയാണ്. തിരുവാണേക്കോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് 2 സഹോദരങ്ങളെ കാണാതാവുകയാണ്. സെൽവകുമാർ എന്ന യുവാവും അദ്ദേഹത്തിന്റെ സഹോദരി സത്യ എന്ന യുവതിയുമാണ് കാണാതായിരിക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കാരും കൂടി പുളിവളം പോലീസിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. ആദ്യം കേസ് ഏറ്റെടുക്കാൻ അവർ ഒന്ന് മടി കാണിച്ചെങ്കിലും പിന്നീട് നിർബന്ധത്തിന് വഴങ്ങി പോലീസ് കേസ് ഏറ്റെടുത്തു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെരിയ കാട്ടുകുളം എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ഒരു തെരുവോര പ്രദേശത്ത് നിന്നും 2 ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങൾ ലഭിക്കുകയാണ്. അത് ഈ കാണാതായിരിക്കുന്ന 2 സഹോദരങ്ങളുടേതാണ്. ഇപ്പോൾ സംശയം വീണ്ടും വർദ്ധിക്കുകയാണ്.
രണ്ട് സഹോദരങ്ങളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാതാവുകയാണ്. പിന്നീട് ചീഞ്ഞളിഞ്ഞ രീതിയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. ആരായിരിക്കാം ഇത്ര ക്രൂരമായി ഈ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? പോലീസ് വളരെയധികം കുഴപ്പത്തിലാവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലീസിന് ഒരു കൃത്യമായ ധാരണ ഈ കേസിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് ഒരു പ്ലാനിങ് നടത്തുന്നു. ആദ്യം ഇവരുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. എന്നിട്ട് ഈ കൊല്ലപ്പെട്ട കുട്ടികളുടെ അമ്മയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ ആ അമ്മയെ ചോദ്യം ചെയ്തു. ആ അമ്മയെ ചോദ്യം ചെയ്ത സമയത്ത് പോലീസിന് ചില സംശയങ്ങൾ ഉടലെടുക്കുന്നു. ആ അമ്മയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ചില പന്തികേടുകളുണ്ട്. ആ കൊല്ലപ്പെട്ട കുട്ടികളുടെ അമ്മയുടെ പേര് യമുന എന്നായിരുന്നു. ഈ സ്ത്രീയുടെ പെരുമാറ്റത്തിലും അതേപോലെ തന്നെ ഇവരോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുമുള്ള മറുപടി പോലീസിന് ഒട്ടും തൃപ്തികരമായിരുന്നില്ല. കാരണം രണ്ട് മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ പെരുമാറ്റ രീതിയായിരുന്നില്ല ഇവരുടെ ഈ സ്ത്രീയുടേത്. അതിലുപരി ഈ സ്ത്രീ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അതേ ചോദ്യങ്ങൾ തന്നെ പിന്നീട് തിരിച്ചും മറിച്ചും ചോദിച്ച സമയത്ത് മറുപടി പറഞ്ഞത് വളരെ വ്യത്യസ്തമായും നേരത്തെ പറഞ്ഞ ഉത്തരങ്ങൾക്ക് വിപരീതവുമായിട്ടായിരുന്നു. പ്രദേശവാസിയായ കണ്ണൻ എന്ന് പറയുന്ന ഒരു യുവാവ് VAOയുടെ മുമ്പിൽ, അതായത് വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറായിട്ട് വരികയാണ്. ഇയാള് VAOയുടെ മുമ്പിൽ ചില കുറ്റസമ്മതങ്ങൾ നടത്തുന്നു. ഈ കുറ്റസമ്മതം കേട്ട് അദ്ദേഹവും അതേപോലെ തന്നെ അദ്ദേഹം വിളിച്ചു വരുത്തിയ പോലീസുകാരും ഞെട്ടിത്തരിച്ചു പോയി. വർഷങ്ങളായി തെളിയാതെ കിടന്ന ഒരു കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ചില കുറ്റസമ്മതങ്ങളായിരുന്നു ഇദ്ദേഹം കീഴടങ്ങതോടുകൂടി അവിടെ പുറത്തു വന്നത്. ഇദ്ദേഹത്തിന്റെ കീഴടങ്ങൽ ഒരു സാധാരണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നില്ല. പോലീസിനെയും CBCIയുടെയും എല്ലാം കഴിഞ്ഞ 6 വർഷമായി മുൾമുനയിൽ നിർത്തിയ ഈ ക്രൂര കൊലപാതകങ്ങളുടെ വഴിത്തിരിവ്, അതായത് ആ കഴിഞ്ഞ 5 കൊലപാതകങ്ങൾ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു കീഴടങ്ങലായിരുന്നു മിസ്റ്റർ കണ്ണന്റേത്. ആരായിരുന്നു ഈ കണ്ണൻ? കണ്ണനും യമുനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെ പറ്റിയാണ്. കണ്ണൻ പോലീസിനോട് ആ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് യമുനയുടെ ഭർത്താവ് തങ്കവേലുവുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ കൊല്ലപ്പെട്ട ദുരൈരാജ് എന്ന് പറയുന്ന ആ പ്രമുഖ വ്യവസായിക്കുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദുരൈരാജ് ഇവരുടെ വീട്ടിൽ ദിനം പ്രതി വന്നുപോയിക്കൊണ്ടിരുന്നത്. ദുരൈരാജും യമുന എന്ന് പറയുന്ന ഈ സ്ത്രീയും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉടലെടുക്കുകയാണ്. എന്നാൽ ഈ ദുരൈരാജ് എന്ന് പറയുന്ന യുവാവ് യമുനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ തന്നെ കണ്ണൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനുമായിട്ട് മറ്റൊരു ബന്ധം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ കണ്ണൻ എന്ന് പറയുന്ന ആ യുവാവ് ദുരൈരാജിന്റെ യമുനയുമായിട്ടുള്ള ഈ ബന്ധം തനിക്ക് ഒട്ടും താല്പര്യമില്ലെന്നും ഈ ബന്ധം നീ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ സത്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും, മാത്രമല്ല നിന്നെ കൊലപ്പെടുത്താൻ വരെ ഞാൻ മടിക്കില്ല എന്നുള്ള കാര്യവും യമുനയോട് കണ്ണൻ പറയുകയാണ്. തുടർന്ന് കണ്ണനും യമുനയും കൂടി പദ്ധതിയിട്ടാണ് ദുരൈരാജിനെ അന്ന് ആ കാറിൽ വെച്ച് കൊലപ്പെടുത്തിയത്. എന്നാൽ യമുനയുടെ ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെയാണ് ഒരു ദിവസം 2007 ജനുവരി 22-ന് ദുരൈരാജിന് കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് യമുന വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഈ സമയത്ത് തന്നെ കണ്ണൻ ആ വീട്ടിന്റെ ഒരു കോണിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടൊപ്പം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ദുരൈരാജ് അദ്ദേഹത്തിന്റെ ഡ്രൈവറായ ശക്തിവേലിനോടൊപ്പമായിരുന്നു ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും യമുനയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കയറിയ തക്കം നോക്കി കണ്ണൻ നേരെ വെളിയിലേക്ക് ചാടുകയാണ്. കണ്ണന്റെ സുഹൃത്തും കണ്ണനും അതുപോലെ യമുനയും ചേർന്നുകൊണ്ട് ഇവർ രണ്ടുപേരെയും ശ്വാസം മുട്ടി കൊലപ്പെടുത്തി നേരെ കാറിലേക്ക് കയറ്റുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ ആ കുഗ്രാമത്തിന്റെ ഓരത്ത് വണ്ടി കൊണ്ടുചെന്ന് നിർത്തി അവരുടെ മൃതശരീരങ്ങൾ ആ കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് അവിടെ നിർത്തുന്നു. പിന്നീട് കാറിലേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊണ്ടിടിപ്പിച്ച് കത്തിയതാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് നോർമൽ കൊലപാതകമാക്കി മാറ്റുന്നു. പിന്നീട് ഇവർ സാധാരണ ബന്ധം തുടർന്നു പോന്നു. തങ്കവേൽ എന്ന് പറയുന്ന ആ യുവാവ് ഈ സ്ത്രീയുടെ ഭർത്താവായിട്ട് അന്നുമുണ്ട്. എന്നാൽ ഒരു ദിവസം തങ്കവേല് കണ്ണനും യമുനയും തമ്മിലുള്ള ഈ രഹസ്യബന്ധം കണ്ടുപിടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു ദിവസം മറ്റേ ദുരൈരാജിനെ കൊലപ്പെടുത്തിയതുപോലെ തന്നെ തങ്കവേലുവിനെയും ഈ സ്ത്രീയും അയാളും കൂടി കൊലപ്പെടുത്തുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് ആ മൃതദേഹം ആരും അറിയാതെ മറവ് ചെയ്യുകയും ചെയ്തു. എന്നാൽ 2013 കാലഘട്ടമായപ്പോഴേക്കും ഇവരുടെ മക്കൾ വളർന്നു വലുതായി. ഇപ്പോൾ ഈ മക്കൾ കാണുന്നത് യമുനയും അതേപോലെ തന്നെ കണ്ണനും തമ്മിൽ ഒട്ടും അഭിലഷണീയമല്ലാത്ത ഈ ഒരു ബന്ധത്തെയാണ്. ഈ മക്കൾക്ക് തങ്ങളുടെ അച്ഛന്റെ കൊലപാതകത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. കാരണം മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഈ സ്ത്രീ കണ്ണനെ വീട്ടിൽ വിളിച്ചു കയറ്റും. പിന്നീട് അവിടെ നടക്കുന്നത് എന്താണെന്ന് ഈ മക്കൾ അറിയാറില്ല. രാത്രിയുടെ യാമങ്ങളിൽ ഇവർ തമ്മിലുള്ള അവിഹിത ബന്ധങ്ങളും ലൈംഗിക ബന്ധങ്ങളുമെല്ലാം ദിനം പ്രതി നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടെ അമ്മയെ ഇതിൽ നിന്ന് വിലക്കാൻ ആ മക്കൾ തീരുമാനിക്കുകയാണ്. ആ മക്കൾ അമ്മയോട് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടത് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞങ്ങളോട് ഇപ്പോൾ തുറന്നു പറയണം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിലും അതേപോലെ തന്നെ നാട്ടുകാരോട് ഞങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും.
ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മക്കൾ അന്നേ ദിവസം സ്കൂളിലേക്ക് പോയതായിരുന്നു. എന്നാൽ അവർ തിരിച്ചു വരുമ്പോഴേക്കും ഈ ക്രൂരയായ സ്ത്രീയും കണ്ണനും പ്ലാൻ ചെയ്തത് ഈ മക്കളെയും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാനാണ്. അതിൽ പ്രകാരം ഈ മക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി ഈ സ്ത്രീ ഈ 2 മക്കളെയും കൊലപ്പെടുത്തി. പിന്നീട് ഇവരുടെ മൃതദേഹവും ആരും അറിയാത്ത രീതിയിൽ കുഴിച്ചിടുകയായിരുന്നു. സ്വന്തം സുഖത്തിനും കാമത്തിന്റെ അതിപ്രസരത്തിനും വേണ്ടി 5 കൊലപാതകങ്ങളാണ് ഈ സ്ത്രീയും കണ്ണൻ എന്ന് പറയുന്ന ആ യുവാവും നടത്തി പോന്നിരുന്നത്. പിന്നീട് മാനസാന്തരം വന്ന കണ്ണനാണ് തനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ VIയോട് മുമ്പിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. തുടർന്ന് 10 വർഷം നീണ്ട നിയമ പോരാട്ടം. 2022-23 കാലഘട്ടത്തിലാണ് ഇവർക്ക് 2 പേർക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത്. ഇത് വെറും ഒരു ജീവപര്യന്തം തടവ് ശിക്ഷയല്ല, പരോൾ ലഭിക്കാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ. നന്നായിട്ട് നല്ലൊരു കുടുംബത്തിനോടുകൂടി സന്തോഷമായി ജീവിക്കേണ്ട ഈ സ്ത്രീയാണ് ഈ തരത്തിൽ ജീവപര്യന്തം തടവ് ശിക്ഷയുമായി ജയിലിൽ നിന്ന് കഴിച്ചു കൂട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. താൽക്കാലിക സുഖത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഓരോ റിലേഷൻഷിപ്പിനും എത്രത്തോളം കാലാവധി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ബന്ധങ്ങൾ കൈവിട്ട് കളയാതെ അതിന് വാല്യൂ നൽകി ജീവിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും നല്ലൊരു സാമൂഹിക ജീവി എന്നതിലുപരി നല്ലൊരു മനുഷ്യൻ എന്നതിനാൽ തന്നെ നമ്മളുടെ ഡ്യൂട്ടിയാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നാളെ നല്ലൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.